അടുത്ത ക്വസ്റ്റൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിർക്കോണിയം 8938 സ്പിൻ പാരിറ്റി കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഓഡ് ന്യൂട്രോണിൻ്റെ കേസാണ് അതിൽ വന്നിരിക്കുന്നത്. കാരണം നോക്കും, ഇത് സെറ്റിൻ്റെ വാല്യൂ 38 വന്നിരിക്കുന്നത്, മൈനസ് സെറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 51 വന്നിരിക്കണം. 51 വന്നിരിക്കുന്നത് ഓഡ് ന്യൂട്രോൺ കേസ്, അതുപോലെ തന്നെ E1 പ്രോട്ടോൺ കേസും. അപ്പോൾ അതിൻ്റെ സീരീസിൽ ഒരു വ്യത്യാസമുണ്ട്. മറ്റേതിൻ്റെ പോലെ SP PD SD FP ഒക്കെയാണ്. SP PD SD FP FP PG ആണ് വരാറുള്ളത്. ഇതിൽ ഓടാവുമ്പോൾ DG വരും. മറ്റേതെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ GHDSൻ്റെ പകരം ഇവിടെ G വരും. ഇത് മാത്രമാണ് ഒരു വ്യത്യാസമുള്ളത്. ഇപ്പുറത്തെ ആൾക്കാർ മാറും. അതുപോലെ തന്നെ മറ്റേ HF PF ആണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ FG FP ആണ്. പിന്നെ ബാക്കിയൊക്കെ അതുപോലെ തന്നെയാണ്, ഓട് പ്രോട്ടോണിൻ്റെ പോലെ തന്നെയാണ്. അപ്പോൾ ഈ സീരീസ് പഠിക്കുക, ഓട് ന്യൂട്രോണിൻ്റെ കേസിലത്തെ. അത് കഴിഞ്ഞിട്ട് ഇതിനനുസരിച്ചിട്ട് ഇവന്മാരെ ഫില്ല് ചെയ്യാം, 51 വരെ ഫില്ല് ചെയ്യാം. ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ 1s2 ആണ്. അതുപോലെ തന്നെ 1Pയുടെ 2 ആൾക്കാരുണ്ട്. അപ്പോൾ ആദ്യത്തേന് ഹയർ എനർജി, രണ്ടാമത്തേൽ ലോവർ എനർജി. കാരണം Pക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3/2 ഹാഫും വരാൻ പറ്റും. അപ്പോൾ 3/2 ഹാഫും വരുമ്പോൾ ഇവിടെ ഒക്യുപ്പൻസി ഇവിടെ ന്യൂമറേറ്ററിൻ്റെ കൂടെ 1 കൂട്ടും. അപ്പോൾ ഇവിടെ 4 ആയിരിക്കും, ഇവിടെ 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇവൻ്റെ കേസും അതുപോലെ തന്നെ ഇവിടെ D വന്നു. ഡിയുടെ ഫസ്റ്റ് D ടോട്ടൽ 10 വരേണ്ടത്. അപ്പോൾ ആദ്യത്തേന് നമ്മൾ ഹയർ കൊടുത്തു, പിന്നത്തെ ലോവറും കൊടുത്തു. 2s കംപ്ലീറ്റ് ആയിട്ട് ക്ലോഷർ ഫില്ലായി. അതുപോലെ F ആദ്യമായിട്ടാണ് വന്നിരിക്കുന്നത്. F ആദ്യമായിട്ട് വരുമ്പോൾ അതിൻ്റെ ഹയർ 7/2 ആണ്. 7/2 കൊടുത്തു. Pൻ്റെ രണ്ടാമത്തെ ഓർബിറ്റാണ്. അപ്പോൾ Pൻ്റെ രണ്ടാമത്തെ ഹയറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രയായിരിക്കും Pൻ്റെ വരാം? 3/2 ആണ് വരാം. അതുപോലെ തന്നെ Fൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലോഷർ കംപ്ലീറ്റ് ആയില്ല, ഇവിടെ ക്ലോഷർ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ 1Fൻ്റെ 14 അല്ല ടോട്ടൽ വരാം. അപ്പോൾ ഇവിടെ നോക്ക്, 1Fൻ്റെ ഹയറായി തന്നെ തുടങ്ങിയത് 7/2 ആണ്, ലോവറാണ് ഇപ്പോൾ പറയണത്. അതുപോലെ 5/2, അതുപോലെ 2Pൻ്റെ ഇവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി, ഇതിൻ്റെ അവസാനിക്കുകയാണ്. അപ്പോൾ 3/2 ഓൾറെഡി കൊടുത്തു. ഞാൻ അടുത്തുള്ളത് 1/2, 1G തുടങ്ങിയിട്ടുള്ളൂ. 1G തുടങ്ങുമ്പോൾ എത്രയാണ് കൊടുക്കുന്നത്? 9/2 ആണ്. പിന്നെ D എന്ന് പറയുന്നത് ഇവിടുത്തെ D തുടങ്ങി ഇവിടെ അവസാനിച്ചു. പിന്നെ ഒന്നും ഡികളില്ല. അപ്പോൾ ഇവിടെ ആദ്യത്തെ D ആണ്, അതായത് രണ്ടാമത്തെ എനർജിയിൽ ആദ്യത്തെ D ആണ്. അപ്പോൾ 5/2 നമ്മൾ കൊടുത്തു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എത്ര? ഇവിടെ 14. ഇതായിപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള ആൻസർ എന്ന് പറയണത് ഇവിടെ നിന്ന് തന്നെ 20, 28, 32. ഇവിടെ നിന്ന് തന്നെ 32 ഇവിടെ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ, അതായത് ഇപ്പോൾ ഇവിടെ 6, ഇവിടെ 2, ഇവിടെ 10, ഇവിടെ 6 ആകുമ്പോൾ നമുക്ക് ടോട്ടൽ ഒക്യുപ്പൻസി 24 വരുന്നത്. പക്ഷെ നമുക്ക് എത്ര വന്നാൽ മതി? നമുക്ക് 51 നിർത്താൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടുത്തെ പിന്നെ 50, ഇവിടെ എത്തുമ്പോൾ എത്രയായി? 51. ഇവിടെ നമുക്ക് വേണമെങ്കിൽ 6 ഫില്ല് ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് 1 ഫില്ല് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് എത്രയായി? Dൻ്റെ വാല്യൂ 5/2 ആണ്. അതുപോലെ D എന്ന് പറയുന്നതിൻ്റെ എത്രയാണ് വന്നിരിക്കുന്നത്? 2 ആണ്. അപ്പോൾ 2 അത് -1 ഹോൾ റൈസ് ടു 2 എന്ന് പറയുമ്പോൾ 2 ആണ്. 5/2 പ്ലസ് ആണ് വന്നിരിക്കുന്നത്.